നമസ്കാരം. നമുക്കിന്നൊരു കഥ പറയാം. ഒരു മാടമ്പിത്തമ്പുരാൻ്റെ കഥ. ഈ കഥയിലെ കഥാപാത്രം സംവിധായകനാകുന്ന കഥയാണ്. രസകരമായ ഒരു കഥ. ഒരു ക്ലീശ കഥ തന്നെയാണ്. സർവമേഖലകളിലും സാർവത്രികമായി നടക്കുന്ന നമുക്ക് ചിരപരിചിതമായ ഒരു കഥ തന്നെയാണ്. അപ്പോൾ ഈ കഥയിലെ നായകനും പ്രതിനായകനും ഒരാൾ തന്നെയാണ്. നായികമാരൊരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുള്ള ആരുടെ കഥയാണെന്ന്. ശ്രീമാൻ രഞ്ജിത്ത് അവർകളുടെ കഥ തന്നെയാണ്. പ്രശസ്തനായ സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ, നിയമസംവിധാനത്തിലും രാഷ്ട്രീയ മേഖലയിലും സമുന്നത സ്വാധീനമുള്ള അതികായകനായ ഒരു മനുഷ്യൻ. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം വരും. ഈ കള്ളും കുടിച്ച് ഈ തെമ്മാടിയിട്ട് നടക്കുന്ന പരനാറികളുടെ ഊളക്കഥകൾ നമ്മളെന്തിന് ചെവി കൊടുക്കണം? പക്ഷേ ഊളക്കഥയൊക്കെ തന്നെയാണ്. പക്ഷെ അത് നമുക്ക് കുറച്ചൊന്ന് മാറ്റി ലളിതവൽക്കരിച്ച് ഇതിന് ഒരുപാട് ചോദ്യങ്ങൾ ഈ കഥയിലൂടെ നമുക്കുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടത്തക്ക വിധത്തിൽ നമുക്ക് ഈ കഥയെ ഒന്ന് ഫ്രെയിം ചെയ്യാം. ഈ കഥയുടെ പൂർവാംശം അവിടെ നിൽക്കട്ടെ. നമുക്ക് വർത്തമാനകാലത്തിലൂടെ ഒരു ഫ്ലാഷ് ബാക്കിൽ പൂർവാംശത്തിലേക്ക് കടന്നു പോകാം. കഥ നടക്കുന്നത് തൊടുപുഴയിലാണ്. മനോഹരമായ പ്രകൃതി, സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ. ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി അപ്പോൾ മലയാള സിനിമയിലുള്ള നല്ലൊരു താരമാകണം എന്നുള്ള ഉത്കടമായ ആഗ്രഹത്തോടു കൂടി, നല്ലൊരു സിനിമാ മോഹത്തോടു കൂടി സിനിമയിലേക്ക് പ്രവേശിക്കുന്നു. ദൗർഭാഗ്യവശാൽ ഈ ഒരു നമ്മുടെ കഥാനായകൻ്റെ സെറ്റിലാണ് ചെന്ന് അകപ്പെടുന്നത്. സംവിധായകൻ്റെ ചരിത്രം വളരെ രസകരമായി തന്നെ വിളങ്ങി നിൽക്കുന്ന സമയമാണ്. ഈ നടി അഭിനയിക്കാൻ അവസരം കൊടുക്കുമ്പോൾ ഈ അഭിനയിക്കുന്ന ഓരോ സന്ദർഭത്തിലും ടിയാൻ്റെ കണ്ണുകൾ ആ പെൺകുട്ടിയുടെ അംഗലാവണ്യത്തിൽ ഉടക്കി നിൽക്കുകയും തുടർന്ന് വളരെയധികം ഫ്രക്ച്വേഷൻ മൂത്ത അയാൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോസ്റ്റ്യൂം ചേഞ്ചിനായിട്ട് ഈ പെൺകുട്ടി കാരവാനിലേക്ക് കയറുന്നു. ഉടനെ തന്നെ ഈ കഥാപാത്രം കാരവാനകത്തേക്ക് കയറി അനധികൃതമായിട്ട് അന്യായമായി ചാടിക്കയറി ഈ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സംഭവം. ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. ആ രംഗമെല്ലാം CCTV ക്യാമറയിൽ ഫുട്ടേജായിട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഥയുടെ ഒരു ട്വിസ്റ്റ്, താഴെ ഈ കാരവാനിന് താഴെ ഒരു വനിതാ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു കാര്യങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നോക്കി കാവൽ നിന്നിരുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ കാതലായ ഒരു മർമ്മം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയെ കാരവാനിനകത്ത് ഒരു കശ്മലൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി അതിന് ഒത്താശ ചെയ്തുകൊണ്ട് പുറത്ത് കാവൽ നിന്നു എന്നുള്ളതാണ്. ഈ ഒരു അസാധാരണവും ആകസ്മികവുമായ ആക്രമണത്തിൽ ആ പെൺകുട്ടി വല്ലാതെ നിന്ന് തകർന്നു പോയി എന്നുള്ളതാണ്. ഒരു ട്രോമ സ്റ്റേജിലേക്ക് വരെ ആ പെൺകുട്ടി കടന്നുപോയി. അതിൽ നിന്നും പലരുടെയും പ്രചോദനങ്ങളും ആത്മവിശ്വാസങ്ങളും ഒരു സാന്ത്വനവുമെല്ലാം ശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടി അതൊന്നും നോർമലായിട്ട് വന്നത്. താമസിച്ചില്ല, നേരെ പോയി പോലീസിൽ പരാതി കൊടുത്തു. സംവിധായകൻ അതിപ്രശസ്തനാണ്, ഭരണകക്ഷിയുടെ ഒരു സജീവ ആക്ടിവിസ്റ്റാണ്, അവരുടെ ഒരു സാംസ്കാരിക മുഖമാണ്. പിന്നെ
ഈ പറഞ്ഞ പോലെ എല്ലാ വിധത്തിലും പോലീസിലും എല്ലാ പോലീസിലായാലും നീതിന്യായ സംവിധാനത്തിലായാലും കനത്ത സ്വാധീന ശേഷിയുള്ള മനുഷ്യനാണ്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല, പോലീസ് വളരെ ഗൗരവമായി ഈ കേസ് കൈകാര്യം ചെയ്തു. ഈ കുട്ടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ആദ്യമേ തന്നെ ബോധ്യപ്പെട്ടു. പിന്നെ ഈ സംവിധായകനെ വളരെയധികം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു. മുമ്പ് പലരെയും രക്ഷപ്പെടുത്താൻ അനുവദിച്ച പോലെ യാതൊരുവിധ പഴുതും കൊടുക്കാതെ, ഇയാൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും അവശേഷിപ്പിക്കാതെ പോലീസ് അയാളെ പിന്തുടർന്ന് ഒരു ദിവസം അങ്ങോട്ട് കസ്റ്റഡിയിലെടുത്തു. ഇലക്ഷനാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു സമുന്നതനായ വ്യക്തിയാണ്. അത് പ്രതിപക്ഷം ഏറ്റുപിടിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടുള്ള പി ശശി അവർകൾ, അദ്ദേഹം രാജിവെച്ച് പുറത്തുപോയ സന്ദർഭമാണ്. ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പ്രതിപക്ഷത്തിന് ഏറ്റുപിടിക്കാൻ അവസരമുണ്ടാക്കാൻ പാടില്ല. ഉടനെ തന്നെ പോലീസ് എന്ത് ചെയ്തു? അയാളെ കസ്റ്റഡിയിലെടുക്കുക ചെയ്ത്. ഈ എറണാകുളത്തെ സിറ്റി പോലീസ് കമ്മീഷണറായ കാളിരാജ് മഹേഷ് കുമാർ അദ്ദേഹമാണ് ഇതിന് ചുക്കാൻ പിടിച്ച ഒരു ധീരനായൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കലാകാരനാണ്. ഒരു ഫോട്ടോഗ്രാഫിയിലൊക്കെ ഈ പറഞ്ഞ പോലെ ക്യാമറയൊക്കെ തൂക്കിപ്പിടിച്ച് ഈ കടൽ തീരങ്ങളിലെല്ലാം ഇങ്ങനെ ഫോട്ടോ എടുത്ത് അതിൽ ഒഴിവ് സമയങ്ങളിൽ രസം കണ്ടെത്തുന്ന ഒരു വലിയൊരു മനസ്സിനുടമയാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണർ. ഇദ്ദേഹം ഒരു എന്താ പറയുക, ഈ കാശ്മീർ താഴ്വരയിൽ വെച്ച് ഒരു ഭീകരവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു വെടിയുതിർത്തപ്പോൾ 4 5 വെടിയുണ്ടകൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറുകയും കുറേ കാലം അദ്ദേഹം ആശുപത്രി കിടന്ന് നരകീയ യാതനയ്ക്ക് ശേഷമാണ് തൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് തന്നെ. ഈ പല സുരക്ഷാ കാരണങ്ങളിലും മുൻനിർത്തിയാണ് അദ്ദേഹത്തെ എറണാകുളത്തേക്ക് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അർപ്പണ മനോഭാവമുള്ള ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ ഒരു വളരെയധികം വിശ്വസ്തനായ ഒരു സത്യസന്ധനായ ഒരു പോലീസ് കമ്മീഷണർ മുമ്പിൽ ഇദ്ദേഹത്തിന് ഏറെ നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ കൃത്യമായിട്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി ഉടനെ തന്നെ റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ജയിലിൽ അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കഥയുടെ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ. ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരനാറി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു പ്രകൃതമുള്ള മനുഷ്യനായിരുന്നു എന്നുള്ള മറ്റു പല അനുഭവങ്ങളോട് നമുക്കൊന്ന് പരിശോധിച്ചാൽ കാണാം. ഒന്ന്, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യം, മറ്റൊരു സിനിമാക്കാരുടെ ജീവിതം അങ്ങനെയാണ്. അവരുടെ കുത്തഴിഞ്ഞ ജീവിതം കള്ളുകൂടിയും പെണ്ണുപിടിയും ഒക്കെ ആയിട്ട് മിക്കവാറും മലയാള സിനിമ തന്നെ അധോലോകം തന്നെയാണ്. അവിടെ കള്ളുകൂടിയുണ്ട്, പെണ്ണുപിടിയുണ്ട്, കള്ളപ്പണമുണ്ട്. പിന്നെ മലയാളത്തിൽ ആദ്യത്തെ കൊക്കെയിൻ കേസ് പിടിക്കപ്പെട്ടത്, ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഷൈം ടോൺ ചാക്കോൻ്റെ കൊക്കെയിൻ കേസാണത്. അപ്പോൾ കഞ്ചാവുണ്ട്, ലഹരി മാഫിയുണ്ട്, ഈ ഗുണ്ടകൾ മാഫിയുണ്ട്, മട്ടാഞ്ചേരി മാഫിയ, ഇവരൊക്കെ വളരെ സ്വൈരവിരാഹം നടത്തുന്ന ഒരു മേഖലയാണ്, അധോലോക മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. നമുക്കറിയാം, ശ്രീനാഥിൻ്റെ മരണം ദുരൂഹമായിരുന്നു, ജയൻ്റെ മരണം ദുരൂഹമായിരുന്നു, ഇങ്ങനെ സിൽക്ക് സ്മിതയുടെ മരണം ദുരൂഹമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ദുരൂഹ മരണങ്ങൾ, ഇതെല്ലാം കൊണ്ട് നിറസാന്നിധ്യമാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. ഒരു അധോലോകം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കുഞ്ഞു മുഹമ്മദ് പീഡന കേസിൽ പ്രതിയായി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അതിനകത്ത് ഇല്ലാത്ത ആളുകളിൽ 10-22ഓളം പേര് മൊഴി കൊടുക്കാൻ വേണ്ടി ഹേമ കമ്മീഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മുകേഷ് ആവട്ടെ, പല പോക്സോ കേസ് വരെ എടുക്കാവുന്ന
പല മൊഴികളും ഹേമ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മുകേഷ്, പിന്നെ സിദ്ദിഖ്, പിന്നെ ബഹുമാനം നമ്മുടെ ബാലേന്ദ്ര മേനോൻ എന്ന് വേണ്ട ഒരുമാതിരി എല്ലാ താരങ്ങളെ പറ്റിയും ഇത് പ്രകാരം ഒരു ലൈംഗിക പരാതികൾ, ഇവർ വേട്ടക്കാരാണ് എന്ന് പറഞ്ഞുള്ള പരാതികൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അതിൻ്റെ പുറത്തൊന്നും നടപടി എടുത്തില്ല. നമ്മുടെ സംവിധാനം അങ്ങനെയാണ്. പിന്നെ വിജയ് ബാബുവിനെ പറ്റിയുള്ള ഒരു ലൈംഗികാക്രമണം, ഒരു പരാതി. അപ്പം ഇങ്ങനെ നമുക്ക് അതുപോലെ തന്നെ ആരാണ് ശിക്ഷിച്ചിട്ടുള്ളത്? 8-9 വർഷത്തോളം കേസ് നടത്തിയിട്ട് വളരെ തന്ത്രപരമായിട്ട് ഒരു ആലുവയിലെ ഒരു കോടതിയിൽ കേസ് നടന്ന അതിജീവിതയുടെ ഒരു കേസ് നമ്മുടെ മുന്നിലുണ്ട്. അത് ദിലീപ് ചാടിപ്പോയത്, എസ്കേപ്പ് വഴുതി പോവുക ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ നീതിന്യായ സമൂഹത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ പറവൂർ പീഡന കേസിലൊരു സുപ്രധാനമായ നടൻ, ഇപ്പോൾ കിളിരൂർ കേസിൽ വന്നിട്ടുള്ള നടന്മാരുടെ ലിസ്റ്റുകൾ, പിന്നെ ജഗതി ശ്രീകുമാർ ഒരു പീഡന കേസിൽ, അതൊക്കെ തെളിവിൻ്റെ അഭാവത്തിലൊക്കെ അദ്ദേഹം ചാടിപ്പോവുക ചെയ്തു. അങ്ങനെ പീഡനങ്ങൾ ഇതെല്ലാം മലയാള സിനിമയിൽ സാർവത്രികമാണ്. ഇത് കള്ളപ്പടമായാലും ഈ പറഞ്ഞ പീഡനങ്ങളായാലും ഒരു സിനിമയുടെ പുറത്ത് 99% പേര് ഈ തങ്ങളുടെ ഈ പറഞ്ഞ ഈ അഴിഞ്ഞാട്ടത്തിന് വേണ്ടിയിട്ടാണ് സിനിമ പിടിക്കുന്നത് എന്നാണ് ഞാൻ സിനിമാ ലോകത്തു നിന്നും മനസ്സിലാക്കിയത്. ബാക്കി 1% പേരേ ഉള്ളൂ കലാപരമായ താല്പര്യം കൊണ്ട് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി സിനിമ എടുക്കുന്നത്. അപ്പോൾ സിനിമാ ലോകം അധോലോകമാണ്. അതിനകത്ത് പീഡനങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു പുതുമയുള്ള കാര്യമല്ല. അതിൻ്റെ അകത്തുള്ള പീഡനങ്ങൾ അവിടെ പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടും. പലരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ പരാതി ബോധിപ്പിക്കാൻ പോലും തയ്യാറാകുന്നില്ല. നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും അവർക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാവില്ല, ഇവരെ വേട്ടയാടപ്പെടും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് നമ്മുടെ ഈ നീതിന്യായ സംവിധാനത്തിൽ മുമ്പിൽ പല അഭിനേത്രികളും പരാതിയുമായിട്ട് മുന്നോട്ട് വരാത്തത്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുണ്ടാക്കിയ ഈ ശ്രീരഞ്ജിത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ട്, അത് 6-ാം തമ്പുരാൻ്റെ സിനിമയാണ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം ഒരു അനുഗ്രഹീതനായ, നമുക്കൊക്കെ വളരെയധികം ആരാധന തോന്നുന്ന ഒരു നടനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഇദ്ദേഹത്തെ നല്ലൊരു അടി മുഖത്ത് നോക്കി അടിച്ചു എന്നുള്ളതാണ് ഈ രഞ്ജിത്ത്. അദ്ദേഹം ഒരു തമാശ പറയുക ചെയ്തത്, രഞ്ജി താടിയും മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തമാശ. ഈ തമാശയായിട്ട് എടുക്കാതെ നല്ല മൂക്കറ്റം മദ്യത്തിൻ്റെ പുറത്ത് ആലസ്യത്തിലിരുന്ന ഈ രഞ്ജിത്ത് എന്ന സംവിധായകൻ അദ്ദേഹത്തെ ചപ്പട്ടക്കുറ്റിക്ക് നോക്കി ഒരൊറ്റ അടിക്കുകയും ആ വേദനയിൽ അദ്ദേഹം തല കറങ്ങി താഴെ വീഴുകയാണ് ഉണ്ടായത്. ആ വേദന, ഹൃദയത്തിലേറ്റ മുറിവ്, അത്രയും കൂടി നിന്ന ആർട്ടിസ്റ്റുകളെല്ലാം സ്തംഭിതരായി പോയി എന്നുള്ളതാണ്. ഈ ഒരു വേദനയുടെ മുറിവ് അദ്ദേഹം മരണം വരെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നീചനും നികൃഷ്ടനുമായിട്ടുള്ള ഒരു രഞ്ജിത്തിൻ്റെ മുഖമാണ് നമ്മൾ കണ്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ ബംഗാളിൽ നിന്നൊരു നടി, ഇദ്ദേഹം ബൈസെക്ഷൽ ആയിട്ടാണ്, ഒരു വൈകല്യമുള്ളൊരു മനുഷ്യനായിട്ടാണ് സിനിമാ ലോകത്ത് പറയപ്പെടുന്നത്. ഒരു ബംഗാളിൽ നിന്നുള്ളൊരു നടി, പരാതി പോലും അവർ കൊടുത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകത തന്നെയാണത്. അവർക്ക് നീതി കിട്ടില്ല. ഇയാൾ വൻ ഉഗ്രപ്രതാപിയാണ്. നിയമത്തെയും എല്ലാം അട്ടിമറിച്ചുകൊണ്ട്, നിയമ സംവിധാനത്തെ എല്ലാം കയ്യിലെടുത്തുകൊണ്ട്, പോലീസിനെയൊക്കെ വളരെ എളുപ്പം സ്വാധീനിച്ചുകൊണ്ട് ഇയാൾ കേസ് ദുർബലമാക്കി കളയും എന്നൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടാകാം അവരെ പരാതിയായിട്ട് മുന്നോട്ട് വരാതിരുന്നത്. എന്തായാലും ഇയാൾ അവരുടെ ബംഗാൾ ഈ സ്ത്രീകളുടെ സ്വഭാവം നമുക്കറിയാം, കയ്യിൽ നിന്ന് നല്ല ഒരു പ്രത്യേക തരത്തിലെ വളയൊക്കെ അവർ ധരിക്കും. അപ്പോൾ ഇയാൾ ഹോട്ടൽ മുറിയിൽ വെച്ച് ഈ ബംഗാൾ നടിയുടെ കയ്യിൽ ഈ വളയാണ്, അയാൾ നല്ല വളയാണല്ലോ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് വളയിൽ തൊട്ടു. പിന്നെ കൈകൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി.
അപ്പം തന്നെ ആ നടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആകെ ബുദ്ധിമുട്ടായി പലരോടും ഇത് നടി പറയുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഒരു കണക്കിനാണ് അവർ രക്ഷപ്പെട്ടു വന്നത്. ഇത് വിവാദമായി ഒരുവിധം തടുത്തു കൊണ്ടിരുന്നു. പിന്നെയാണ് ഒരു പയ്യൻ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഇയാൾ അപമര്യാദയായിട്ട് തുണി അയച്ചു അപമര്യാദയായിട്ട് പെരുമാറി, മഹാമോശമായിട്ട് ഒക്കെ പെരുമാറി എന്നും പറഞ്ഞൊരു പരാതി കൊടുക്കുകയും ആ പരാതി എന്താ അതിൻ്റെ അവസ്ഥ ഈ ദുർബലമായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ബൈസെക്ഷൽ കോംപ്ലക്സ് ഉള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഇതിൻ്റെ ചരിത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോണി ലൂക്കോസ്, മനോരമയുടെ ജേർണലിസ്റ്റായ ജോണി ലൂക്കോസിന് ഒരു അഭിമുഖത്തിൽ രേവതി പറയുന്നുണ്ട്, എൻ്റെ എല്ലാമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ രഞ്ജിത്ത് എന്നുള്ളതൊക്കെ. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് രേവതി അത്രമേൽ അദ്ദേഹത്തോട് അനുരാഗ വിവശയായിട്ട് രേവതി അദ്ദേഹത്തെ കുറേ കാലം കൊണ്ടുനടന്നു എന്നുള്ളതാണ്. പക്ഷേ ക്രൈം നന്ദകുമാർ പറയുന്നത് രേവതിയെ ഗർഭിണിയാക്കിക്കൊണ്ട് ഇയാൾ പോയി, ഇയാളുടെ ഭാര്യ ഇയാൾ ഭ്രാന്തിയാക്കി. അപ്പോൾ ഒരു 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 സീരിയൽ ഒഫൻഡർ എന്ന നിലയിൽ രഞ്ജിത്ത് എന്നും ഒരു തലവേദന തന്നെയാണ് സൃഷ്ടിച്ച ഒരു സംവിധായകനായിരുന്നു. ഇയാളുടെ സംവിധാനത്തിൻ്റെ മികവ് ഒന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളുടെ മസ്തിഷ്കത്തിൽ ഉത്ഭവിക്കുന്നൊരു കാര്യമല്ല അത് പാലേരി മാണിക്യം നമുക്കറിയാം, കഥ ഇദ്ദേഹത്തിൻ്റെ അല്ല. പിന്നെ അതിൻ്റെ ആർട്ട് വർക്കായാലും അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തത് പിന്നെ അതിൻ്റെ ശബ്ദം അതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, പിന്നെ അതിൻ്റെ ലൈറ്റ്, അതിൻ്റെ ഇതൊക്കെ സ്ക്രിപ്റ്റ്, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പലതവണ ആവർത്തിച്ച് അഭിനയിച്ചെടുക്കുന്ന ഓരോ ഇതൊക്കെയാണ് ഒരു സിനിമയുടെ പൂർണ്ണതയ്ക്ക് കൊണ്ടെത്തിക്കുന്നത്. ആറാം തമ്പുരാനിലൊക്കെ ശ്രീ മോഹൻലാലിൻ്റെ ഈ ശരീര ഭാഷ കൊണ്ടും ഈ ഇപ്പം പല ശരീരചേഷ്ടതകളൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ കാണിച്ചു ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ചുകൊണ്ടൊക്കെയാണ് ആ സിനിമ ഇത്രയും വിജയിക്കാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നു. ഒരു സിനിമയുണ്ട്, ഈ ലീല എന്നുള്ള പേരിൽ രഞ്ജിത്ത് ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്. അതായത് ഒരു രഞ്ജിത്ത് എന്ന പറയുന്ന ഒരു സിനിമാക്കാരൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും വിലമതിക്കത്തക്ക ഗുണനിലവാരമില്ലാത്ത ഒരു കർമ്മശേഷിയാണ് ലീല എന്നുള്ള സിനിമത്തിലൂടെ ബിജു മേനോനൊക്കെ അഭിനയിച്ച സിനിമയാണത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ചുക്കിന് ചുണ്ടാമിന് സിനിമ കൊള്ളുമോ എനിക്കറിയില്ല അതിനെപ്പറ്റി. എൻ്റെ അഭിപ്രായം അതാണ്. അയാളിൽ ഒരു മോശമായ ഒരു സിനിമാ പ്രവർത്തകൻ്റെ, ഒരു ഗുണനിലവാരമില്ലാത്ത ഒരു സിനിമാ പ്രവർത്തകനെയാണ് നമുക്ക് ആ ലീല എന്നുള്ള സിനിമ കാണിച്ചത്. എന്നിരുന്നാലും ഞാൻ സിനിമയെ പറ്റിയൊന്നും അങ്ങനെ വിലയിരുത്തുന്നില്ല. അതൊക്കെ പ്രേക്ഷകരാണ് ഓരോ സിനിമകളും വിജയിപ്പിക്കുകയും അതിൻ്റെ ഗുണമേന്മകളൊക്കെ എനിക്ക് കാണുന്ന ആംഗിളല്ല മറ്റൊരാൾ കാണുന്നത്. ഞാൻ കാണുന്ന ദൃഷ്ടിയിലൂടെ ഞാൻ അത് സിനിമ നോക്കി കാണുന്നത് മറ്റൊരാൾ നോക്കി കാണുന്ന വ്യത്യാസമുണ്ട്. രഞ്ജിത്ത് പിടിക്കപ്പെട്ടെങ്കിലും മലയാള സിനിമ ഈ കുറ്റവിമുക്തമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ സിനിമ എടുക്കാൻ വരുന്നത് കുറേ കാലം ഒരു പ്രൊഡ്യൂസറെ ചെലവിൽ ഉണ്ടും ഉറങ്ങിയും ആർമാദിക്കാൻ, പെണ്ണ് പിടിച്ചും ആർമാദിക്കാൻ വേണ്ടി തന്നെയാണ് നല്ലൊരു ആളുകളും സിനിമാ ലോകത്തേക്ക് വരുന്നത്. അപവാദമുണ്ട്, 100% പേരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ കുറച്ച് പേര് വളരെ അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി സിനിമകൾ നോക്കിക്കാണുന്നവരുണ്ട്. അപ്പോൾ അവരെ ഏത് വിധേനയും പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇത്തരം മനോരോഗികളും വൈകൃതമുള്ളവരുമായ ആളുകളെ സിനിമാ ലോകത്തു നിന്നും ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഈ ക്രൈം ഏറെക്കാലം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മുന്നിലുള്ള മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊരു ട്രെൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സമാന സ്വഭാവമുള്ള കേസുകളൊന്നും പ്രമുഖരാരും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു നാടല്ല നമ്മുടെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ ട്രയലും
അതിൻ്റെ മുകളിൽ ട്രയലും അതിൻ്റെ മുകളിൽ അന്വേഷണങ്ങളും വീണ്ടും ഒക്കെ ആയി ഇത് സങ്കീർണവൽക്കരിച്ച് ഇതിൻ്റെ കേസിനെ തകിടം മറിച്ച് അതിൻ്റെ പഴുതി കൂടി ഇയാൾ രക്ഷപ്പെടാൻ തന്നെയാണ് എല്ലാ വിധത്തിലുള്ള സാധ്യതകളും. പ്രത്യേകിച്ച് ഇനിയൊരു ഭരണം ഇദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് കിട്ടിയാൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ള പുറത്തുപോക്ക് വളരെ ലളിതമായിട്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ സിനിമാ മേഖല എന്ന് പറയുന്നത് നമുക്കറിയാതെ ഒരുപാട് അധോലോകം തന്നെയാണ്. ഈ അധോലോകത്ത് നിന്ന് എല്ലാ ആളുകളും വളരെ നല്ല രീതിയിൽ സിനിമ എടുക്കുന്ന ആളുകളുണ്ട്, നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി സിനിമയിൽ വരുന്ന ആളുകളുണ്ട്, നല്ല ശോഭനമായ ഭാവി സ്വപ്നം കണ്ട് സിനിമയെ ആശ്രയിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നമ്മൾ അതിൻ്റെ ആ ഉദ്ദേശത്തെയും അവരുടെ സ്വപ്നത്തെയും എല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. വളരെയധികം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളുകളുണ്ട് നമുക്ക്. അപ്പോൾ അവരെ ഒഴികെ ബാക്കി നല്ലൊരു ശതമാനവും ഈ അധോലോകത്തിൻ്റെ പിടിയിൽ തന്നെയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. ഇതിനെ ഒരു ഇന്റേണൽ കമ്മിറ്റി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്. പക്ഷേ ഈ കമ്മിറ്റിയിൽ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടില്ല. അത്രമാത്രം പരാതി കൊടുത്താൽ തനിക്ക് നീതിയുക്തമായിട്ടുള്ള ഒരു സമീപനം ലഭിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഈ പെൺകുട്ടിക്ക് ഉണ്ടാവത്തക്കവണ്ണം ഈ ഒരു ഇന്റേണൽ കമ്മിറ്റി വളരെ പക്ഷപാതപരമായി പ്രവർത്തിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം പുനഃസംഘടിപ്പിക്കുക. നല്ലൊരു സിനിമ മന്ത്രി നമുക്കുണ്ടാകണം. ഈ സിനിമയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനെ പോലെയുള്ള പല ലൈംഗിക വൈകൃതമുള്ള ആളുകളുടെയും അവർ സിനിമയിൽ നിന്ന് അകറ്റി നിർത്തുക. അങ്ങനെ ഒരു ശുദ്ധികലശം നടത്താതെ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ ദിലീപിൻ്റെ സിനിമകൾ ഞാൻ കാണാറില്ല, എൻ്റെ കുടുംബം കാണാറില്ല. അഥവാ സിനിമ ഒരു ടെലിവിഷനിൽ അയാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അത് ഒരു അരോചകമായിട്ട് നമുക്ക് തോന്നുകയും ആ ചാനലുകൾ മാറ്റുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമയും നമ്മൾ പൊതുസമൂഹം കാണാൻ ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഇതുപോലെ കുടുംബ സദസ്സുകളിൽ നിന്ന് ഇയാൾ പുറത്തു പോകും. അതുപോലെ തന്നെ മുകേഷിൻ്റെ സിനിമകളാവട്ടെ, ഇത്തരം കലാകാരന്മാരെ ഒരു സാംസ്കാരിക പൈതൃകത്തിന് ഉടമകളായിട്ടുള്ള നമ്മുടെ കുടുംബ പ്രേക്ഷകർ ഒരു കാരണവശാലും സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇതിൻ്റേതായ ജാഗ്രത കാണിക്കണം. അമ്മ എന്നുള്ള ഒരു സംഘടന, ഒരു അഭിനേതാക്കന്മാരെ ഒരു കുടയ്ക്ക് കീഴിൽ ഒരു ആജ്ഞയ്ക്ക് വിധേയമായി, ചില നിയമങ്ങൾക്കും ചട്ടക്കൂടുകൾക്ക് വിധേയമായി ഒതുക്കി നിർത്താൻ ഒരു സംഘടനയുണ്ട്. ഈ സംഘടന തലപ്പത്ത് ദൗർഭാഗ്യവശാൽ കാമസൂത്രയിൽ അഭിനയിച്ച ഒരു അഭിനേത്രിയാണ് ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത്. അത് അവരുടെ അവിവേകം കൊണ്ടാകാം. ഇനിയെങ്കിലും അവർ ഈ സംഘടനയെ ഒരു നല്ല രീതിയിൽ കൊണ്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയെങ്കിലും അവർ സംസ്കാരത്തിന് വേണ്ടി നിലനിൽക്കട്ടെ. ഒരു അവിവേകം കൊണ്ട് എടുത്തു ചാടി, പക്ഷേ ഒരു കാലക്രമേണ കാലം കൊടുക്കുന്നൊരു പക്വതയുണ്ട് മനുഷ്യന്. ആ പക്വതയിലാണ് ഈ ഒരു ഭാരവാഹിത്വം അവർക്ക് കയ്യിൽ വന്ന് എത്തിയിരിക്കുന്നത്. ആ പക്വതയുടെ അവർ ആ സംഘടനയെ ശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോട്ടെ. ഒരു കാരണവശാലും സദാചാര വിരുദ്ധമായിട്ടുള്ള എന്തു കാര്യവും പൊതുസമൂഹം സ്വീകരിക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന മനുഷ്യൻ ചിലപ്പോൾ വീട്ടൊക്കെ പണയം വെച്ച് ഭാര്യയുടെ കെട്ടുതാലിയൊക്കെ വിറ്റിട്ടൊക്കെ ആയിരിക്കും ഒരു സിനിമ എടുക്കുന്നത്. ഇതേപോലെയുള്ള ചില മനുഷ്യരുടെ പെരുമാറ്റ വൈകല്യം കൊണ്ട് തന്നെ ആ സിനിമ വമ്പൻ പരാജയം ആകുകയും അതിലൂടെ ഈ പ്രൊഡ്യൂസറെ പണം തിരിച്ചു കിട്ടാതെ അയാളെ വല്ലാത്തൊരു മാനസിക സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം സിനിമക്കാർക്ക് അറിയാത്തതല്ല. ഇപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു കൗൺസിലിംഗ് ഉണ്ട്. ആ കൗൺസിലിങ്ങിന് വിധേയമായിട്ട് അയാളെ കൊണ്ട് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സിനിമയിൽ നിന്ന് എത്ര പണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ കൗൺസിലിംഗ് ഉണ്ട് അവർക്ക്. അതിനുശേഷമാണ് അവർ സിനിമ ചെയ്യിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ്. എന്തു തന്നെയായാലും മലയാള സിനിമ ഒരുപാട് കലാകാരന്മാരെ
ഉപജീവനോപാധിയാകുന്ന ഒന്നാണ്. ഒരുപാട് പേരുടെ പ്രത്യാശയാണ്, ഒരുപാട് പേര് സ്വപ്നമാണ്, ഒരുപാട് പേരുടെ ചോരയും നീരും അധ്വാനവുമാണ് ഈ സിനിമ. ഈ ചില ദുഷ്ട ശക്തികൾ കൊണ്ടും ചില പൈശാചികമായ ചില ആളുകളുടെ പ്രവൃത്തി കൊണ്ടും ഈ സിനിമയുടെ പ്രഭാവം മങ്ങിക്കൂടാ. ഇത് വളരെ ഊർജ്ജസ്വലമായിട്ട്, വളരെ പ്രഭാപൂരിതമായിട്ട് ഈ മലയാള സിനിമ നല്ല നല്ല ആളുകളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.